ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാ? കോംപ്ലക്സ് നമ്പർ ആണ് അല്ലെ. കോംപ്ലക്സ് നമ്പറിലെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റൂട്ട് ഓഫ് -1 നമ്മൾ ഐ എന്ന് പഠിച്ചു. അതോടുകൂടി നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു, ഐ സ്ക്വയറിന്റെ വാല്യൂ 3 -1 ആണെന്ന് പഠിച്ചു റൂട്ട് പോകുമ്പോൾ അല്ലെ. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റൂട്ടിന്റെ ഉള്ളില് നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ റൂട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനൊക്കെ റൂട്ട് ഉണ്ടാവും. അങ്ങനെ നമ്പറിനെയാണ് കോംപ്ലക്സ് നമ്പർ. അതിന് റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ഉണ്ട്. കോൺജുഗേറ്റ് എടുക്കാൻ പഠിച്ചു. ഏതാ എടുക്കണ്ട? ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റി എഴുതി കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ആയി. മോഡുലസ് കാണാൻ പഠിച്ചു. പവേഴ്സ് ഓഫ് ഐ റേസ് ടു 1, ഐ റേസ് ടു 32, ഐ റേസ് ടു 35 ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 4 മൾട്ടിപ്പിൾ ആക്കി എഴുതണം. എന്നിട്ട് പിന്നെ അതിന്റെ ഇൻറ്റു ആക്കി എഴുതണം എന്നൊക്കെ പറഞ്ഞ് ഐ റേസ് ടു -35 ഒക്കെ പഠിച്ച് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഏത് പ്രോബ്ലം ഏത് നമ്പറും ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യാൻ പഠിക്കും, സബ്ട്രാക്ട് ചെയ്യാൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുമല്ലോ. അത്രയും ഇന്നേ ഉള്ളൂ നമ്മുടെ കോംപ്ലക്സ് നമ്പറിൽ. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ്, എങ്ങനെയാണ് ശ്രദ്ധിച്ച് ചെയ്യാനുള്ളത് കോംപ്ലക്സ് നമ്പറിലെ, ഇത് മാത്രം നമ്മൾ പഠിക്കാൻ പോണേ. അപ്പൊ ആദ്യത്തത് അഡീഷൻ. അപ്പൊ ഒന്നാമത്തെ ഭാഗം ഏതായിരിക്കും? അഡീഷൻ. അഡീഷനാണ് പഠിക്കാൻ പോകുന്നത്. അഡീഷൻ തന്നെ പ്ലസ് ചെയ്യുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ പ്ലസ് ചെയ്ത് കാണിക്കാം. അപ്പൊ എന്റെ ഒരു കോംപ്ലക്സ് നമ്പർ 2 + 3i യും അടുത്ത കോംപ്ലക്സ് നമ്പർ 3 - i ആണെന്ന് വിചാരിക്കും. ഇത് രണ്ടും തമ്മിൽ എനിക്ക് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിന്റെ 2 പാർട്ട് ഉണ്ട്. റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. അപ്പൊ ചെയ്യാനുള്ളത്, ശ്രദ്ധിക്കാനുള്ളത് ഇത്രയ്ക്കുള്ളൂ. റിയൽ പാർട്ടുകൾ തമ്മിലെ പ്ലസ് ചെയ്യാൻ പാടോ, ഇമാജിനറി പാർട്ടുകൾ തമ്മിലെ പ്ലസ് ചെയ്യാൻ പാടോ. സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഇത് തന്നെ അവസ്ഥ. അപ്പൊ അഡീഷൻ കഴിഞ്ഞപ്പോൾ പ്ലസ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ റിയൽ പാർട്ട് എത്ര? 2. ഇതിന്റെ റിയൽ പാർട്ട് എത്ര? 3. അപ്പൊ ഞാൻ റിയൽ പാർട്ടുകൾ അടുത്ത് എഴുതി. 2 + 3 അടുത്ത് എഴുതി പ്ലസ്. ഇവിടെ ഒരു ഇമാജിനറി പാർട്ട് എത്രയാ? 3i. ഇതിന്റെ ഇമാജിനറി പാർട്ട് എത്രയാ? -i. അപ്പൊ റിയൽ പാർട്ടുകൾ തമ്മിൽ പ്ലസ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ പ്ലസ് ചെയ്യുക. അപ്പൊ 2 + 3 എത്ര നമുക്ക് കിട്ടുക? 5 കിട്ടും അല്ലെ. ഇതിന്റെ ഇടയിലത്തെ ചിഹ്നം പ്ലസ്. അപ്പൊ പ്ലസ് 3i - i എത്ര കിട്ടുക? 2i. അപ്പൊ 2 കിട്ടി. എന്ത് കിട്ടി? അഡീഷൻ ചെയ്തിട്ടുള്ള, ആഡ് ചെയ്തിട്ടുള്ള ആൻസർ കിട്ടി. എന്താ ശ്രദ്ധിക്കാതെ? റിയൽ പാർട്ടുകൾ പ്ലസ് ചെയ്യുക, അതേപോലെ തന്നെ ഇമാജിനറി പാർട്ടുകൾ പ്ലസ് ചെയ്യുക. അപ്പൊ സബ്ട്രാക്ഷൻ എങ്ങനെയായിരിക്കും? അപ്പൊ അഡീഷൻ കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തതാണ് സബ്ട്രാക്ഷൻ. അപ്പൊ നോക്കട്ടോ, ഇതേ പ്രോബ്ലം 2 + 3i -3 - i ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയേ? റിയൽ പാർട്ടുകൾ തമ്മിലാണ് പ്ലസ് സി ആണെങ്കിലും -c ആയാലും ചെയ്യേണ്ടത്. ഇമാജിനറി പാർട്ടുകൾ തമ്മിലാണ് പ്ലസ് സി ആണ് -c ആയാലും ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ മൈനസ് എന്തുണ്ട്? ഈ ബ്രാക്കറ്റിലുള്ള 2 പേർക്കും കോമൺ ആണ് ഈ മൈനസ്. അപ്പൊ നമുക്ക് ഈ മൈനസ് ഇവിടെ കിടന്നാൽ മതിയോ? പോരാ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൈനസ് ഇതിന്റെ ഉള്ളിലുള്ള 2 പേർക്കും ഇട്ട് കൊടുക്കണം. അപ്പൊ 2 പേർക്ക് ഇട്ട് കൊടുക്കുമ്പോ എന്ത് മാറ്റം സംഭവിക്കുക? പ്ലസ് ഉള്ള ആള് നെഗറ്റീവ് വരുമ്പോ അത് മൈനസ് ആവും. മൈനസ് ഉള്ള ആള് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ എന്താവും? പ്ലസ് ആവും. നമുക്കറിയാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എഴുതി 2 + 3i as it is എഴുതി. മൈനസിനെ ഞാൻ ഉള്ളിലേക്ക് എടുക്കാണ് ബ്രാക്കറ്റിന്റെ. അപ്പൊ ഇത് എന്തായത്? -3i. ഈ മൈനസ് ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോ എന്തായി മാറിയത്? +i ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? റിയൽ പാർട്ടുകൾ തമ്മിലെ പ്ലസും മൈനസും ചെയ്യാൻ പാടുള്ളൂ, ഇമാജിനറി പാർട്ടുകൾ തമ്മിലെ പ്ലസും മൈനസും ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഗ്രൂപ്പ് ചെയ്തു. ഇതിന്റെ ഇമാജിനറി പാർട്ട് 2ഉം ഇതിന്റെ റിയൽ പാർട്ട് 2ഉം ഇതിന്റെ റിയൽ പാർട്ട് -3ഉം. ഇനി i ഉള്ള ഭാഗം നോക്ക്, 3i. ഇതിന്റെ i ഉള്ള ഭാഗം i. ഇനി റിയലോട് തമ്മില് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യാം. 2 - 3 എത്ര കിട്ടുക? -1. 3i + i എത്ര കിട്ടുക? 4i. കണ്ടോ? ഇതാണ് എന്ത്? സബ്ട്രാക്ഷൻ. കണ്ടോ? ഇത്രയുള്ളൂ അഡീഷനും സബ്ട്രാക്ഷനും. അപ്പൊ ഹോംവർക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും ഞാൻ തരാം, 1-2 ക്വസ്റ്റ്യൻ തരാം. ഇത്രയ്ക്കാ വേണ്ടു. ഇനി അടുത്ത ടോപ്പിക് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ അഡീഷൻ കഴിഞ്ഞു, സബ്ട്രാക്ഷൻ കഴിഞ്ഞു. നമ്മുടെ അടുത്ത ടോപ്പിക് ഏതാ? മൾട്ടിപ്ലിക്കേഷൻ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പൊ ഞാൻ എഴുതി 2 + 3i യും
മൾട്ടിപ്ലൈ ചെയ്യണം എനിക്ക് ഏതുമായിട്ട് 3 മൈനസ് ഐ ആയിട്ട് ഇതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സെയിം പ്രോബ്ലം എടുത്തിരിക്കുന്നത് കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? രണ്ട് ബ്രാക്കറ്റിലുള്ള ടേമുകൾ തമ്മിൽ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ഓർത്ത് നോക്കിയൊക്കെ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? ആദ്യത്തെ ബ്രാക്കറ്റിലുള്ള ആളിനെ അവിടെ വെക്കും, എന്നിട്ട് ഇതിൽ ഓരോരുത്തരിനെ എടുത്തിട്ട് ഈ ബ്രാക്കറ്റിലുള്ള ഓരോരുത്തരിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യാറ്? അതേപോലെ തന്നെ ഇവിടെ ഒരു വ്യത്യാസമില്ല. സിമ്പിൾ ആണ്, ബേസ് ടോപ്പിക് ആണ് കോംപ്ലക്സ് നമ്പർ. അതുകൊണ്ട് തന്നെ ബേസ് ആയതുകൊണ്ട് നല്ല എളുപ്പമാണ് അല്ലെ, വേഗം വേഗം മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് ഈ ഓരോ ബ്രാക്കറ്റിലുള്ള ഓരോരുത്തരിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാവും വരിക? 2 × 3 നമുക്ക് എത്ര കിട്ടി? 6. 2 × എന്താ ഈ എവിടെ കിടക്കുന്ന ചിഹ്നം? മൈനസ് ഐ ആണ്. അപ്പൊ എന്തെന്ന് വന്നു? -2i അല്ലെ. 2 × -2i. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി ആരെ എടുക്കുക? 3i എടുക്കുക. 3i × 3 രണ്ടും പോസിറ്റീവ് ആണ്. 3 × 3 9 വന്നു, പിന്നെ i മാത്രമുള്ള i. അപ്പൊ 9i അല്ലെ. ഇനി ഇവിടുത്തെ അടുത്ത 3i കൊണ്ട് -i മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടുത്തെ ചിഹ്നം പ്ലസ്, ഇവിടുത്തെ ചിഹ്നം നെഗറ്റീവ് ആണ്. പ്ലസ് മൈനസ് തമ്മിൽ ഗുണിച്ച് എത്ര കിട്ടുക? നെഗറ്റീവ് കിട്ടുന്നറിയാം. ഇനി നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 3 × 1 3i ഉള്ളു, അപ്പൊ 3. ഇനി ഐകൾ എത്ര ഉണ്ട്? ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഒരു ഐ ഉണ്ട്. അപ്പൊ 2i, i × i എന്തെന്ന് വരും? i² എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് ഓർമ്മ വരണം, i² വാല്യൂ എത്രയെന്ന് നമുക്ക് അറിയണം. -1 എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരു 6 അതുപോലെ എഴുതി, -2i അതുപോലെ എഴുതി, 9i അതുപോലെ എഴുതി, -3 × i² വാല്യൂ എത്രയാ? -1 അല്ലെ. ഇനി നമുക്കറിയാം മൾട്ടിപ്ലൈ ആണെന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാനുള്ള സർക്കസിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. -3 × -1 എത്രയാ വരിക? +3 വരും. 2 നെഗറ്റീവ് വരുമ്പോ പ്ലസ് വരില്ലേ. അപ്പൊ എങ്ങനെ വന്നു? 6 - 2i + 9i + 3 എന്ന് വന്നു. ഇനി ഇവിടെ എന്താ ചെയ്യാള്? സാധാരണ ആഡ് ചെയ്യൽ മാത്രമേ വേണ്ടൂ. അപ്പൊ റിയൽ പാർട്ടുകളിൽ ഒരു വശത്താക്കണം, ഇമാജിനറി പാർട്ടുകളിൽ രണ്ടാമത്തെ വശത്താക്കണം. അപ്പൊ +3 ആരുടെ അടുത്തേക്ക് വരണം? 6ന്റെ അടുത്തേക്ക് വരണം. അപ്പൊ നോക്കി നോക്കിയാൽ 6 ഇവിടെ ഉണ്ട്, അവിടേക്ക് +3 ഇങ്ങോട്ട് കടന്നു. ഐ ഉള്ള ഭാഗങ്ങൾ ഇമാജിനറി പാർട്ടിൽ നീക്കി എഴുതി. അപ്പൊ -2i + 9i. ഇനി എന്ത് ചെയ്യണം? റിയൽ പാർട്ടുകൾ തമ്മിൽ എന്താണോ ഓപ്പറേഷൻ അത് ചെയ്യാം. ഇത് റിയൽ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ എന്താണോ പ്ലസ് ചെയ്യാനാണോ മൈനസ് ചെയ്യാനാണോ പറഞ്ഞിരിക്കണേ അതുപോലെ ചെയ്യും. അപ്പൊ 6 + 3 എത്ര കിട്ടി? നമുക്ക് 9 അല്ലെ. ഇനി ഇത് എത്രയാവും ആൻസർ വരിക? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം 9i ന്ന് 2i പോയി കഴിഞ്ഞ് 7i. വലുതിന്റെ 9i ആണ്, അതിന്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 7i. കണ്ടോ? അപ്പൊ 9 + 7i എന്ന് കിട്ടും. കണ്ടോ? ഇത് ഇങ്ങനെയാണ് സാധാരണ മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് ചോദിക്കാറ്. കാരണം മൾട്ടിപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം എക്സ്പാൻഡ് 5 + 3i² എന്നാണ് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാവും നമ്മൾ എന്ത് ചെയ്യാം? 5 + 3i 5 + 3i² വരുമ്പോ നമുക്ക് എന്ത് ഓർമ്മ വരും? a + b² ഓർമ്മ വരും. ഫോർമുല എങ്ങനെയാ? ഫോർമുല a² + b² + 2ab അല്ലെ. ആദ്യത്തെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ എന്താണോ കിടക്കുന്നത് അതിന്റെ മുഴുവനും സ്ക്വയർ പ്ലസ് 2 × ആദ്യത്തെ ആള് × രണ്ടാമത്തെ ആള്. ഇതാണ് എന്ത്? a + b². അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 + 3i² നമ്മൾ എങ്ങനെ വേണം എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ? ഫോർമുല അനുസരിച്ച് എങ്ങനെ വേണം? ആദ്യത്തെ സ്ക്വയർ, ആദ്യത്തേതെന്ന് പറയുമ്പോൾ 5 മാത്രമുള്ള ഒരാളുള്ളൂ, കുഴപ്പമില്ല. രണ്ടാമത്തെ ആളെന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? 2 ആളുണ്ട്. അപ്പൊ രണ്ടാമത്തെ ആളുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആളുള്ളത് കൊണ്ട് 2 പേരുടെയും സ്ക്വയർ കാണുന്നത് കൊണ്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ 3ക്ക് മാത്രം സ്ക്വയർ ഇടാതെ പോകും, അപ്പൊ അത് തെറ്റിപ്പോകും. അപ്പൊ 2 പേരുള്ള സ്ഥിതിക്ക് രണ്ടാമത്തെ ആളില് 2 പേരുള്ള സ്ഥിതിക്ക് എന്തിടണമെന്ന് ഓർമ്മക്ക് വെക്കണം? ബ്രാക്കറ്റ് ഇടണം. ഇത്രയാണ് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ആദ്യത്തെ ആളുടെ സ്ക്വയർ അപ്പൊ 5² പ്ലസ് രണ്ടാമത്തെ ആള് ഞാൻ പറഞ്ഞു 2 പേരുള്ളത് കൊണ്ട്
3i ആണ് രണ്ടാമത്തെ ആള്. രണ്ടുപേരുള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം. അപ്പൊ രണ്ടാമത്തെ ആളുടെ സ്ക്വയർ പ്ലസ് പിന്നെ വിളിച്ച് 2 ഇൻറ്റു ആദ്യത്തെ ആള് 5 ഇൻറ്റു രണ്ടാമത്തെ ആൾ ആര് 3i. കണ്ടോ? അപ്പൊ ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 5 സ്ക്വയർ എത്രയാ 25 ആണ് പ്ലസ് അല്ലെ 3 ഇൻറ്റു 3യുടെ സ്ക്വയർ 9 ഇൻറ്റു i സ്ക്വയർ അല്ലെ i സ്ക്വയർ പ്ലസ് ഇനി ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ 2 ഇൻറ്റു 5 10 10 ഇൻറ്റു 3 എത്ര കിട്ടി 30i. അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും ഒരു കണ്ടീഷൻ വന്നു, ഐ സ്ക്വയർ വന്നു. ഐ സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം വാല്യൂ എത്രയാണെന്നറിയാം, -1 ആണെന്നറിയാം. വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് വന്നു 25 പ്ലസ് 9 ഇൻറ്റു -1 പ്ലസ് 30i. അപ്പൊ 9 ഇൻറ്റു -1 കഴിഞ്ഞിട്ടേ പ്ലസ് ചെയ്യാൻ പാടൂ. പ്ലസും നെഗറ്റീവും എത്ര വരിക നെഗറ്റീവ്. അപ്പൊ എന്ത് വന്നു 25 മൈനസ് 9 പ്ലസ് 30i. കണ്ടില്ലേ? ഇനി ഇതാണ് റിയൽ പാർട്ടുകൾ കിടക്കുന്നത്. 25 9 പോയി കഴിഞ്ഞ് എത്ര വരിക 16 വരും. അപ്പൊ 16 പ്ലസ് 30i എന്ന് വരും. കണ്ടോ? എളുപ്പല്ലേ? കണ്ടില്ലേ? ഇതാണ് എന്ത് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് മെല്ലെ കൂട്ടാം. ഓക്കെ. അപ്പൊ അടുത്ത പ്രോബ്ലം കമ്പ്യൂട്ട് 5 മൈനസ് 2i ദി ഹോൾ സ്ക്വയർ. ചെയ്യാൻ കിട്ടുമെങ്കിൽ തന്നെ ചെയ്ത് നോക്കാം. നേരത്തെ a പ്ലസ് ബി ആണെങ്കിൽ ഇത് a മൈനസ് ബി ആണ്. അപ്പൊ എങ്ങനെയാ ഫോർമുല വരിക? a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ എങ്ങനെയാ നമ്മൾ ഫോർമുല പഠിച്ചിരിക്കുന്നത്? ആദ്യത്തെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആദ്യത്തെ ആള് ഇൻറ്റു രണ്ടാമത്തെ ആള് മൈനസ് 2ab അല്ലെ? അതേ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതെന്ന് വന്നു 5 മൈനസ് 2i ഹോൾ സ്ക്വയർ ആണെങ്കിൽ എങ്ങനെയാവും വരിക? ആദ്യത്തെ സ്ക്വയർ അപ്പൊ 5 സ്ക്വയർ പ്ലസ് രണ്ടാമത്തത് എന്ന് പറയുമ്പോ എന്ത് ശ്രദ്ധിക്കണം? ചിഹ്നം എടുക്കണ്ട കേട്ടോ. എന്തെടുക്കണ്ടേ? രണ്ടാളുണ്ട്, രണ്ടാമത്തെ ആളില് 2 ഉണ്ട് i ഉണ്ട്. അപ്പൊ എന്തിടണം? രണ്ടുപേർക്കും കൂടി ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം സ്ക്വയർ ഇടാൻ. ഇതാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. അപ്പൊ 2i എഴുതി, രണ്ടാളുള്ളത് കൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ ഇട്ടു. മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു ആദ്യത്തെ ആള് ഇൻറ്റു രണ്ടാമത്തെ ആള്. കണ്ടില്ലേ? അപ്പൊ ഈക്വൽ ടു 5ന്റെ സ്ക്വയർ നേരത്തെ ഇതേപോലെ 25 പ്ലസ് 2ന്റെ സ്ക്വയറും വേണം iയുടെ സ്ക്വയറും വേണം. അപ്പൊ 2ന്റെ സ്ക്വയർ എത്രയാ 4, iയുടെ സ്ക്വയർ എത്രയാ i സ്ക്വയർ. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം i സ്ക്വയറിന്റെ വാല്യൂ മൈനസ്. ഇനി എന്ത് ചെയ്യണം? ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 5 10 10 ഇൻറ്റു 2 20 പിന്നെ ആരാ കൂടെയുള്ളത് ഒരു i അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വന്നു? ഫോർമുലയിലെ i സ്ക്വയർ വന്നു. i സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ് -1 ആണെന്നറിയാം. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ 25 പ്ലസ് 4 ഇൻറ്റു -1 മൈനസ് 20i. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ആണത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടേ പ്ലസ് ചെയ്യണതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടും. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. അപ്പൊ എന്താ വരെ? പോസിറ്റീവിന് നെഗറ്റീവ് നെഗറ്റീവ് വരും. അപ്പൊ ആൻസർ എന്ത് വരും? 25 മൈനസ് 4 മൈനസ് 20i. ഇനി ഇത് i ഉള്ള പാർട്ടാണ്. അതിൽ ആകെ ഒരു ടേം ഉള്ളൂ, പ്ലസ് ചെയ്യാനൊന്നുമില്ല. ഇതിലാണെങ്കിൽ 2 ടേം ഉണ്ട്. 25 മൈനസ് 4 റിയൽ പാർട്ടില് 25 മൈനസ് 4 എത്ര വരിക? 21 അല്ലെ? 21 മൈനസ് 20i. കണ്ടോ? കാര്യം കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി എന്തും അഡീഷനും സബ്ട്രാക്ഷനും വരുന്ന കാരണം കൊണ്ട് സാധാരണ രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചോദിക്കാറ്. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. നേരിട്ട് ക്വസ്റ്റ്യനിൽ തുടങ്ങാം. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ്. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 പ്ലസ് 3i. ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 പ്ലസ് 3i. ഇനി എന്തോ ടീച്ചറെ ഡിവിഷൻ ഇല്ലേ എന്ന് തോന്നുന്നുണ്ടാവും. ഇപ്പോ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടീച്ചർ പറഞ്ഞ ഡിവിഷൻ ആണല്ലോ. അപ്പൊ എന്തോ ഡിവിഷനെ കുറിച്ച് പറയാത്തേന്ന് ആലോചിച്ച് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. നല്ല കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഇത്രയ്ക്കുള്ളൂ. കോംപ്ലക്സ് നമ്പറിലെ വേറൊരു സെയിം കോംപ്ലക്സ് നമ്പറോ വേറൊരു കോംപ്ലക്സ് നമ്പറോ കൊണ്ടുള്ള ഡിവിഷൻ തൽക്കാലത്തേക്ക് ഇല്ല. എന്നാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? ഡിവൈഡ് ചെയ്യാം.
പക്ഷെ നമ്മൾ എന്താ ചെയ്യണ്ടേ, ഒരു കോംപ്ലക്സ് നമ്പറിനെ വേറൊരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കിപ്പോ തൽക്കാലം പറ്റില്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെ താഴെ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് നമ്പർ വന്നാൽ നമ്മൾ എന്താ പഠിച്ചേക്കണേ, ഡിവിഷൻ ഇല്ല. ഡിനോമിനേറ്ററിൽ ഒരിക്കലും ഐ ഉള്ള ഭാഗം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ ഐ ഇല്ലാത്തത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, റിയൽ നമ്പേഴ്സിന്റെ മാത്രമേ ഡിവിഷൻ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് നമ്പറിലും നമ്മൾ അവനെ എന്താക്കി മാറ്റും, റിയൽ നമ്പർ ആക്കി മാറ്റിയിട്ടേ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കിട്ടിയോ? അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഡിവൈഡ് ചെയ്യുന്ന പാർട്ടായിട്ട് ഡിനോമിനേറ്റർ ആയിട്ട് ഒരിക്കലും എന്ത് വന്നാലേ കോംപ്ലക്സ് നമ്പർ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, ഡിവിഷൻ ഇല്ല. അപ്പൊ ഡിവിഷൻ ഇല്ല എങ്കിൽ നമുക്ക് ഡിവിഷൻ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇനി നമ്മൾ എന്താക്കി മാറ്റണം, റിയൽ നമ്പർ ആക്കി മാറ്റണം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 + 3i. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2 ആണ് എന്റെ നമ്പർ എങ്കിൽ 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ വരിക? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 ആരാ? 1/2. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ അർത്ഥം? ഏതാണോ നമ്പർ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്, രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി ആയ 1 കിട്ടണേ. 1 കിട്ടുക എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 1 കിട്ടുക? ആ ഗുണിച്ച നമ്പറിനെയാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ നമുക്കറിയാം 2നെ എന്തുകൊണ്ട് ഗുണിക്കണം? 1/2 കൊണ്ട് ഗുണിച്ചാലേ 2 2 വെട്ടിപ്പോയി എന്ത് കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2നെ എന്തെന്ന് പറയും? 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/2 എന്നും, നേരെ തിരിച്ച് 1/2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് എന്ത്? 2 എന്നും പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എത്രയാ? 1 ആണ്. അപ്പൊ 4 + 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും വരിക? ഇതാണ് എഴുതേണ്ട കാര്യം കേട്ടോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എന്താ വേണ്ടേ? 4 + 3i = എന്താ വരിക? 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ എന്ത് കണ്ടു? 1/2. അപ്പൊ 4 + 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ വരിക? 1/4 + 3i. കണ്ടോ? 1/4 + 3i കണ്ടില്ലേ? അപ്പൊ 1/4 + 3i എന്ന് പറഞ്ഞപ്പോ ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് എത്തി. ഡിനോമിനേറ്ററിലെ എന്ത് വന്നു? കോംപ്ലക്സ് നമ്പർ ആയിട്ടാണ് കിടപ്പത് അല്ലെ? ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത് നേരത്തെ, ഒരിക്കലും ഒരു കോംപ്ലക്സ് നമ്പർ കൊണ്ടുള്ള ഹരണം സാധിക്കില്ല. അപ്പൊ ആ കോംപ്ലക്സ് നമ്പറിനെ ഐ ഉള്ള ഭാഗത്തിനെ മാറ്റി നമുക്ക് എന്ത് നമ്പർ ആക്കണം? റിയൽ നമ്പർ ആക്കണം. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഈ പ്രോബ്ലത്തിന്റെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? ഡിനോമിനേറ്ററിലെ 4 + 3i എന്ന് പറഞ്ഞിട്ട് കോംപ്ലക്സ് നമ്പർ ആയിട്ട് ഐ ഉള്ള നമ്പർ ആയിട്ട് താഴെ കിടക്കുകയാണ്. അത് നമുക്ക് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണോ അവിടെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പർ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? റിയൽ നമ്പർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഏത് കോംപ്ലക്സ് നമ്പർ ഡിനോമിനേറ്റർ വന്നതുകൊണ്ടാണോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്? ഇവിടെ എന്തുകൊണ്ടാണ് വന്നത്? 4 + 3i കിടക്കുന്നതുകൊണ്ടാണ്. അതിന്റെ കോൺജുഗേറ്റ് ഉണ്ട്. എന്താണ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ഇമാജിനറി പാർട്ട് ഐ ഉള്ള ഭാഗത്തിന്റെ ചിഹ്നം മാറ്റി എഴുതുന്നതിനെയാണ് കോൺജുഗേറ്റ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ കോൺജുഗേറ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് മാത്രം കുടിച്ചാൽ അത് ബാലൻസ്ഡ് ആവില്ല. അപ്പൊ എന്ത് ചെയ്യണം? മുകളിലും കുടിക്കണം, ന്യൂമറേറ്ററും കുടിക്കണം, ഡിനോമിനേറ്ററും കുടിക്കണം. അപ്പൊ 4 + 3iയുടെ കോൺജുഗേറ്റ് എന്താ വരിക? ഐ ഉള്ള ഭാഗം ഏതാ? 3i ആണ്. അതിന്റെ ചിഹ്നം ഏതാ? +3i ആണ്. അപ്പൊ അതിന്റെ ചിഹ്നം എന്ത് മാറ്റി എഴുതണം? മൈനസ് ആക്കണം. അപ്പൊ നമ്മുടെ 4 + 3i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് വരിക 4 - 3i എന്ന് വരും, നമുക്കറിയാം അല്ലെ? അപ്പൊ ഞാൻ ഇത് നമുക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പൊ 1/4 + 3i വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ 1/4 + 3i എത്തി നിൽക്കുന്നതിന് ഞാൻ എന്താ ചെയ്യുന്നത്? മുകളിലും താഴെയും കോൺജുഗേറ്റ് ചെയ്താ 4 - 3i ഉണ്ട്. അപ്പൊ 2 ടേം ഉള്ളതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിലിട്ടു, മുകളിലും കുടിച്ചു, അതേപോലെ തന്നെ 4 - 3i ഉണ്ട്, താഴെയും കുടിച്ചു. ഉണ്ടോ? ഇതാണ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇനി എന്താ തോന്നുന്നേ? മുകളിൽ പ്രത്യേകിച്ച് ഒന്നും ഗുണിക്കാല്ലേ, 1 ആണല്ലോ. അപ്പൊ അതാ 4 - 3a മുകളിൽ അതുപോലെ എഴുതി. ഓക്കെ, ഇനി താഴെ എന്താ വരിക? a + b ഇൻറ്റു a - b അല്ലേ വരിക, അല്ലേ? a + b അല്ലെ, ഇൻറ്റു a - b. ഫോർമുല എങ്ങനെയാ? a² - b². അവിടെയും b എന്ന് പറയുന്നത് രണ്ടാമത്തെ ആള്, രണ്ടാളുണ്ടെങ്കിൽ സ്ക്വയർ ഇടണം നമുക്ക് അറിയാം. നമുക്ക് അപ്പൊ ആദ്യത്തെ ആൾ ആരാ? 4². അപ്പൊ a² - b. b എന്ന് പറയുമ്പോ ആരാ വരിക? 3a ഉണ്ട്. ഇവിടെ രണ്ടാളുള്ളത് കൊണ്ട് എപ്പോഴും സ്ക്വയർ ഇടുമ്പോ രണ്ടുപേർക്കും സ്ക്വയർ ഇടണം. ഇല്ലെങ്കിൽ ഐക്ക് മാത്രമേ സ്ക്വയർ ഉണ്ടാവുള്ളൂ, 3ക്ക് സ്ക്വയർ ഇടാതെ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ എന്ത് തോന്നുന്നു? 4 - 3a ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 4 സ്ക്വയർ എത്രയാ? 16 മൈനസ് 2ന്റെ സ്ക്വയർ വേണം, വേണ്ടേ? 9 ഇൻറ്റു ഐയുടെ സ്ക്വയർ എത്രയാ? i². എവിടെ i² വന്നു നമ്മൾ അപ്പം എന്തെന്ന് എഴുതും? -1 എഴുതും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഈക്വൽ ടു 4 - 3a ഡിവൈഡഡ് ബൈ 16 മൈനസ് 9 ഇൻറ്റു -1. കണ്ടോ? അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? 9 ഇൻറ്റു -1 എടുക്കുന്നുണ്ട് അല്ലെ? -9 ഇൻറ്റു -1 എന്താ വരിക? 2 നെഗറ്റീവ് വരുമ്പോ അത് പ്ലസ് ആവും. അപ്പൊ എന്തെന്ന് വരും? 4 - 3a ഡിവൈഡഡ് ബൈ 16 + 9. കണ്ടോ? 16 + 9 എത്ര വരും? 25 വന്നു. അപ്പൊ 4 - 3a ഡിവൈഡഡ് ബൈ 25 വന്നു. ഇപ്പൊ 25 രണ്ടുപേർക്കുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോ 4/25 മൈനസ് 3a/25 ആണ് എന്തിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? 4 + 3a മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇതും ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് അതും ഹോംവർക്ക് തരുന്നുണ്ട് കേട്ടോ. പ്രോബ്ലം എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് a + ib. എങ്ങനെയാ കിടക്കണേ? 1 + i ഡിവൈഡഡ് ബൈ 1 - i. കണ്ടോ? അപ്പൊ എങ്ങനെയാവും ചെയ്യുക? ഒരു കോംപ്ലക്സ് നമ്പറിനെ വേറെ കോംപ്ലക്സ് നമ്പറോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തുവരെ പറഞ്ഞു നിർത്തി? ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോമിനേറ്റർ കോംപ്ലക്സ് നമ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ താഴെയുള്ള കോംപ്ലക്സ് നമ്പറിന്റെ താഴെയുള്ള കോംപ്ലക്സ് നമ്പർ ഏതാ? 1 - i. മുകളിലുള്ളതോട് ഞാൻ ബ്രാക്കറ്റ് ഇട്ടു കേട്ടോ, ബ്രാക്കറ്റ് ഇട്ടു. താഴെയുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി കോൺജുഗേറ്റ് പറയേ 1 - i. അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് വേണം ഐ ഉള്ള ഭാഗത്തിന്റെ ചിഹ്നം മാറ്റണം. 1 - iയുടെ കോൺജുഗേറ്റ് 1 + i. അപ്പൊ 1 + i ഉണ്ട്, ന്യൂമറേറ്ററിനെ ഞാൻ വിളിച്ചു. ഇതേപോലെ തന്നെ 1 + i ഉണ്ട്, ഡിനോമിനേറ്ററിനെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇനി എന്താ വരിക? മുകളിൽ 1 + i ഇൻറ്റു 1 + i എത്ര വരിക? 2 പ്രാവശ്യം a ഇൻറ്റു a² ആണ് പോലെ 1 + i ഇൻറ്റു 1 + i എന്തെന്ന് വരും? 1 + iയുടെ സ്ക്വയർ ബൈ താഴെയോ? താഴെ എന്താ വരിക? a - b ഇൻറ്റു a + b. എങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ടാലും കുഴപ്പമില്ല, നമുക്കറിയാം a² - b². അപ്പൊ എങ്ങനെ വരിക? 1² - i² അല്ലെ? അപ്പൊ ഈക്വൽ ടു അത് ഞാൻ ഡിനോമിനേറ്ററോട് ചെയ്ത് പോകുന്നുണ്ട്, ന്യൂമറേറ്റർ പിന്നെ ചെയ്യാം. അപ്പൊ 1² എത്രയാ? 1 തന്നെ മൈനസ് i²ന്റെ വാല്യൂ എത്രയാ? -1. അപ്പൊ താഴത്തെ ഡിനോമിനേറ്റർ എന്തായി മാറും? 1 - 1 എന്താവും? +1 ആവും. അപ്പൊ 1 + 1 ആവും. 1 + 1 എത്രയത്? 2. അപ്പൊ ഡിനോമിനേറ്ററിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ന്യൂമറേറ്ററിൽ എന്തോ ഓർമ്മ വരണം നമുക്ക്? a + b² ഓർമ്മ വരണം. a + b² ഓർമ്മ വരുമ്പോ എങ്ങനെയാവും വരിക? a² എന്ന് പറഞ്ഞ 1² പ്ലസ് രണ്ടാമത്തെ എന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ i². രണ്ട് ടേം ഒന്നുമില്ല, അപ്പൊ ഒറ്റ ബ്രാക്കറ്റ് ഒന്നും ആവശ്യമില്ല. പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ ആള് ഇൻറ്റു രണ്ടാമത്തെ ആള്. ശരിയല്ലേ? ഇനി i²ന്റെ വാല്യൂ എത്രയാ? -1. അത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 -1 പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു i എത്രയാ വരിക? 2i. 1 - 1 എത്രയാ? 0 ആണ്. അപ്പൊ നമുക്ക് നിന്ന് കിട്ടും 0 ആയിപ്പോയി. 0 + 2i/2. 2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നിന്ന് കിട്ടി i. അപ്പൊ അതിന് മാത്രം കിട്ടി a + ib ആയോ? ഇല്ല. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ എഴുതി? 0 + i. അപ്പൊ റിയൽ പാർട്ട് എത്രയാ? 0 ആണെന്നും ഇമാജിനറി പാർട്ട് 1 ആണെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് ഹോംവർക്കിന്റെ വിഭാഗത്തിലേക്ക് പോവാം. ഇത് ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ. 3 × 7 + i7 + i × 7 + i7. അപ്പൊ എന്ന് നമുക്ക് തോന്നുന്നേ രണ്ട് ബ്രാക്കറ്റും സെയിം ആ അല്ലെ? 7 + i7 കിടക്കണേ. രണ്ടിലും ഒരു ടേം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്?
ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ കോമൺ ആയിട്ടുള്ള ടേമിനെ പുറത്തേക്ക് എടുക്കാം നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ എങ്ങനെയാ വരിക? 7 പ്ലസ് i7 വേണമെങ്കിൽ എനിക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് എന്തെന്ന് എഴുതാം? 3 ഇൻറ്റു 3 പ്ലസ് i എഴുതാം. അപ്പൊ ഇത് എന്തുപോലെയായി? മൾട്ടിപ്ലിക്കേഷൻ പോലെയായി അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 3 ഇൻറ്റു 7 പ്ലസ് i7 പ്ലസ് i ഇൻറ്റു 7 പ്ലസ് i7 എന്ന് വരും അല്ലെ? ഇതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ പ്രോബ്ലം ചോദിച്ചാലും സെയിം ആണ് സംഭവം. അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ ചെയ്യാതെ ഈ പ്രോബ്ലത്തിന് ഓരോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട്, i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ അപ്പൊ എന്തെന്ന് വന്നു? 3 ഇൻറ്റു 7 21. 3 ഇൻറ്റു i7 എത്ര വരിക? i ഇൻറ്റു 7 ഇൻറ്റു 3 21 പ്ലസ് i ഇൻറ്റു 7 i7 പ്ലസ് i ഇൻറ്റു i സ്ക്വയർ ഇൻറ്റു 7 അല്ലെ? i സ്ക്വയർ വന്നാൽ നമ്മൾ എന്തെന്ന് എഴുതും? -1 എഴുതും. അപ്പൊ എന്ത് കിട്ടി? 21 പ്ലസ് 21i പ്ലസ് 7i പ്ലസ് -1 ഇൻറ്റു 7. -1 ഇൻറ്റു 7 എത്രയാ? -7. അപ്പൊ എന്ത് കിട്ടി? 21 പ്ലസ് 21i പ്ലസ് 7i പ്ലസ് -7. ഇനി റിയലിനൊക്കെ ഒരേ സ്ഥിതി കൊണ്ടിരുന്നേ 21ന്റെ അടുത്തേക്ക് i ഇല്ലാത്ത 7 ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ -7. ഇനി ഐകളുള്ളത് ആരാ? 21iയും 7iയും. ഇനി എന്ത് ചെയ്യണം? റിയൽ പാർട്ടുകൾ തമ്മിൽ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ എന്താണോ കിടക്കുന്നത് ഓപ്പറേഷൻ ചെയ്യുക. അപ്പൊ 21 എന്ന് 7 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 14. ഇവിടെയോ 21ഉം 7ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 28 ആയി. ആൻസർ കിട്ടി എത്ര? 14 പ്ലസ് 28 ആയി. ഓക്കെ, ഇനി 2 ഹോംവർക്കാണ്, അതിൽ ടീച്ചർ ലാസ്റ്റ് തരാം. അപ്പൊ ഇതിന്റെ ഹോംവർക്കാണ്. ഹോംവർക്ക് ബോർഡിൽ നോക്കി എഴുതിയെടുക്കുക. അതിന് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്. അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക് ആർഗൻ പ്ലെയിൻ എന്നുള്ളതാണ്. ആർഗൻ പ്ലെയിൻ, ആർഗൻ എന്ന് പറഞ്ഞാൽ ഒരു സയന്റിസ്റ്റിന്റെ പേരിലായതുകൊണ്ടാണ് ആർഗൻ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്ലെയിൻ എന്താണെന്ന് നമുക്കറിയാം. എന്താ പ്ലെയിൻ? എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് നമ്മളിപ്പോ ബോർഡ് കാണുന്ന ഒരു പ്ലെയിൻ ആണ് അല്ലെ? പിന്നെ അതിന് 3 ഡയമെൻഷൻ വരുമ്പോ എന്ത് വരും? എക്സും വൈയും സെഡും വരും നമുക്കറിയാം. അപ്പൊ അവിടേക്കൊന്നും പോണ്ട. ഇതാണ് ഒരു പ്ലെയിൻ. അതിന് എന്തുണ്ടാവും? ലെങ്ത്തും ഉണ്ടാവും, ബ്രെഡ്ത്തും ഉണ്ടാവും. 2 മെഷർമെന്റ് ഉള്ളതാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. 2 മെഷർമെന്റ്, ഒന്നുകിൽ ലെങ്ത്ത്, ബ്രെഡ്ത്ത്. അങ്ങനെ 2 മെഷർമെന്റ് ഉള്ള എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ്, ഈ 2 മെഷർമെന്റ് ഉള്ള ഒരു ഇതിനെ പറയുന്നതാണ് നമ്മൾ പ്ലെയിൻ. നമ്മളിപ്പോ പഠിച്ചത് എന്താ? കോംപ്ലക്സ് നമ്പർ ആണ് പഠിച്ചത്. കോംപ്ലക്സ് നമ്പറിനും 2 മെഷർമെന്റ് ഉണ്ട്. എന്തൊക്കെയുള്ള? റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. അങ്ങനെ 2 മെഷർമെന്റ് ഉള്ള എന്തിനേയും നമുക്ക് എന്തിൽ റെപ്രസെന്റ് ചെയ്യാം? പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് എന്റെ ക്വസ്റ്റ്യൻ 2 പ്ലസ് i ആണെന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ റിയൽ പാർട്ട് എത്രയാ? റിയൽ പാർട്ട് ഓഫ് ഇസഡ് എത്രയാ? 2 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എത്രയാ? 1 ആണ് നമുക്കറിയാം അല്ലെ? അപ്പൊ ഇതിനൊക്കെ 2 പാർട്ട് ഉണ്ടെങ്കിൽ അതിനെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ എക്സ് ആക്സിസും ഇ ആക്സിസും വരച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എന്ത്? ആർഗൻ പ്ലെയിൻ. ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും തന്നെ, പക്ഷെ എക്സും വൈന്നും അല്ല ഇവിടെ എഴുതേണ്ട. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇവിടെ എടുക്കുന്നത് ആരെ? നമ്മള് റിയൽ നമ്പർ എടുക്കുക, റിയൽ പാർട്ട് എടുക്കണേ. അതുകൊണ്ട് ഇതിന് നമ്മൾ റിയൽ ആക്സിസിനും ഇതിന്റെ ഇമാജിനറി ഇതിന്റെ വൈ ആക്സിസിനും നമ്മൾ എടുക്കുന്നതാണ് എന്തെന്ന്? ഇമാജിനറി ആക്സിസ്. അപ്പൊ റിയൽ പാർട്ടും എക്സ് ആക്സിസും വൈ ആക്സിസും ആവാതെ റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏത് കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം? ഒരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിനെങ്ങനെയാ പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം? അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്തു 1 2 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5 എഴുതി. ഇപ്പുറത്തേക്ക് 1, ഇവിടെ 2, ഇവിടെ 3, താഴത്തേക്ക് വന്നാൽ -1 -2 അങ്ങോട്ട്, ഇങ്ങോട്ട് താഴത്തേക്ക് വന്നാൽ -1 -2 -3. അപ്പൊ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരു പ്രശ്നമില്ല, റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ റിയൽ പാർട്ട് എത്രയാ? 2. അപ്പൊ റിയലില് 2 എടുക്കണം. ഇമാജിനറി പാർട്ട് എത്രയാ? 1. അപ്പൊ റിയലില് 2ഉം ഇമാജിനറിയില് 1. അപ്പൊ പോയിന്റ് ഏതാ? 2 1 ആണ് ഈ പോയിന്റ്.
അപ്പൊ റിയൽ ആക്സിസിലെ 2 1 റിയലിലെ 2ഉം ഇമാജിനറി ആക്സിസിൽ നമ്മൾ 1 എടുത്തപ്പോ നമ്മൾ ഈ പോയിന്റിനെ 2+i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിനെ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്തു? ഒരു പോയിന്റ്. എങ്ങനെയാ പോയിന്റ്? 2,1 എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് ഒരു പ്ലെയിനിലെ റെപ്രസെന്റ് ചെയ്തു. ഇങ്ങനെ എക്സ് ആക്സിസിനെ റിയൽ ആക്സിസ് ആയിട്ടും വൈ ആക്സിസിനെ ഇമാജിനറി ആക്സിസ് ആക്കിയും നമ്മൾ എടുത്താൽ ഏത് കോംപ്ലക്സ് നമ്പറിനെയും ഒരു പോയിന്റ് ആക്കിയിട്ട് നമുക്കൊരു പ്ലെയിനിലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പോയിന്റിനെ പ്ലെയിനിനെ പറയുന്ന പേരാണ് ആർഗൻ പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇമേജ് അല്ലെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റ് എന്താവും വരിക? 2+i ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്താ വരിക? 2-i വരുന്ന അറിയാം അല്ലെ? അപ്പൊ അത് എവിടെ വരിക? നേരെ താഴെ 2-i എവിടെ വരിക? അതാ ഇവിടെ വരിക അല്ലെ? അപ്പൊ ഇത് 2+iയുടെ കോൺജുഗേറ്റ് ആണ് ഈ കിടക്കണത് 2-i. അപ്പൊ 2,-1. ഇതിന് കോൺജുഗേറ്റ് എന്നല്ല പറയുക, 2,1 എന്ന് പറഞ്ഞതിന്റെ എന്താ പറയാന്നറിയോ? ഇമേജ് എന്നാണ് പറയുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആർഗൻ പ്ലെയിനിൽ നിങ്ങൾക്കുള്ളത്. അതായത് ഏത് കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് റിയൽ നമ്പർ ആണെങ്കിൽ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ, കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമുക്ക് റിയൽ നമ്പറിലല്ല, 2 എണ്ണം ഉണ്ട്. അതിന് റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. അപ്പൊ അതിനെ എന്തായിട്ട്? ഒരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോ റിയൽ ആക്സിസ് ആയിട്ട് എക്സ് ആക്സിസ് കൊടുക്കണം, ഇമാജിനറി ആക്സിസ് എന്നുള്ള സ്ഥലത്ത് വൈ എന്നുള്ളടത്ത് എന്ത് എഴുതണം? ഇമാജിനറി ആക്സിസ് എഴുതി കഴിഞ്ഞാൽ ആ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ആർഗൻ പ്ലെയിൻ. ഓക്കെ, ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി. ഇങ്ങനെയാണെങ്കിൽ എന്താ ഇത് എന്താവും വരിക? ഇതെന്താ വരിക? ഈ പെർപെൻഡിക്കുലർ ഇത് 2ഉം ഇത് 1ഉം ആണ്. ഇത് 2ഉം ഇത് 1ഉം ആണെങ്കിൽ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ നമുക്ക് ഇത് എന്താവും വരിക? ഈ സംഭവം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരിക? √2² + 1² ആണ് വരിക. അപ്പൊ നമുക്ക് ഇത് എത്ര കിട്ടും? ഇതിനെന്താ പറയാ? √2² + 1² എന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറയാ? മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. ഇത് ഫുൾ എഴുതാതെ മോഡുലസിന് നമ്മൾ എങ്ങനെ എഴുതുക? മോഡ് സെറ്റ് അല്ലെ? അപ്പൊ മോഡ് സെറ്റ് ആണ് എന്ത്? 0 തൊട്ടിട്ട് അവിടെ വരയ്ക്കുള്ള പോയിന്റ് വരയ്ക്കുള്ള എന്ത് വരച്ചത്? ഹൈപ്പോട്ടന്യൂസ് വരച്ചത് മോഡ് സെറ്റ് ആയിട്ടും. ഇത് 2, ഇത് 1, റിയൽ പാർട്ട് 2, ഇമാജിനറി പാർട്ട് 1. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? നേരെ ഇമേജ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇമേജിന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കിട്ടുക? അതിന്റെ കോൺജുഗേറ്റ് ആണ് കിട്ടുക. ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് നമുക്ക് പ്ലെയിൻ വരച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ പ്ലെയിൻ വരച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ആർഗൻ പ്ലെയിൻ. ഓക്കെ, ഇതിന്റെ നോട്ടാണ് കേട്ടോ. ചിത്രം ഇത് കിടന്നോട്ടെ, താഴെ നമുക്ക് നോട്ട് എഴുതാം. Note എഴുതിയെടുക്കാം. Argand plane. The plane having a complex number assigned to each point is called a complex plane or Argand plane. The x and y axis in the Argand plane is called real and imaginary axis. Okay. ഇനി അടുത്ത ടോപ്പിക്. അപ്പൊ ലാസ്റ്റ് ടോപ്പിക് ആണ്, വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. 3 മാർക്കിന് എല്ലാ കൊല്ലം ഈ ബുക്ക് എന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് പോളാർ റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? ആർഗൻ പ്ലെയിനിൽ ഒരു പോയിന്റ് ഇട്ടിട്ട് അതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി ആക്കിയിട്ട് ഒരു പോയിന്റ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു. അപ്പൊ നമ്മൾ ട്രിഗണോമെട്രി തുടങ്ങിയപ്പോ ഏതൊരു പോയിന്റിനെയും എന്തുമ്പോ പഠിച്ചു? ലൈനിന് മാത്രമല്ല സർക്കിളിമത്തെ ഒരു പോയിന്റ് ആയിട്ടും കൂടി കൺസിഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നമ്മൾ ഈ വാക്ക് കണ്ടത്, പോളാർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞത്. സർക്കിൾ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് വന്നു? റേഡിയസ് വന്നു അല്ലെ? റേഡിയസ് വന്നു. സർക്കിളിന് മൊത്തം ആംഗിൾ എത്ര വരെയുള്ളത്? 360 വരെയാണത്. അപ്പൊ മൊത്തം സർക്കിളിന്റെ ഒരു പോയിന്റ് ആയിട്ട് എല്ലാ പോയിന്റിനെയും കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ആംഗിൾ ഏതിന്റെ ഇടയിൽ കിടക്കും? 0ന്റെയും 360യുടെയും ഇടയിലാണ് എല്ലാ പോയിന്റ്സും കിടക്കുന്നുണ്ടാവും ആംഗിൾ. അപ്പൊ ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരണം? റേഡിയസും ഓർമ്മ വരണം, എത്ര ആംഗിളിലാണ് ആ പോയിന്റ് കിടക്കണേ എന്നുള്ളത് ഓർമ്മ വരണം. എന്നാലും നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 0യിൽ നിന്ന് എത്ര ആംഗിളിലാണ് ആ പോയിന്റ് എന്ന് പറയണം. അതായത് തീറ്റ പറയണം. അതായത് നമ്മൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്ന് പറയുന്ന പോലെ പോളാർ റെപ്രസെന്റേഷൻ എടുക്കുമ്പോൾ അതിന് 2 കാര്യങ്ങളാണ് പറയേണ്ടി വരിക. റേഡിയസ് ആയ ആറും പറയണം, എത്ര ആംഗിളിലാണ് കിടക്കണേന്ന് പറയണമെങ്കിൽ എന്തും പറയണം? തീറ്റ എന്ന് പറഞ്ഞ കാര്യം പറയണം. അപ്പൊ ആറും അറിയണം, തീറ്റയും അറിയണം. അപ്പൊ
അപ്പൊ ഇങ്ങോട്ട് ആയോ. ഇതേ നമ്മുടെ ആർഗൺ ഡയഗ്രത്തില് ഞാനൊരു പോയിന്റ് x, y എന്ന് പറയുന്നത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഞാൻ എന്തായിട്ട് വിചാരിച്ചു, അതിനെ സർക്കിളും ഒരു പോയിന്റ് ആക്കിയിട്ട് ഞാൻ കരുതി. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്താ വരിക, റേഡിയസ് r ഈക്വൽ ടു മോഡുലസ് z എന്താ വരിക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് എന്ത് കിട്ടണം, തീറ്റ എന്ന് പറഞ്ഞ സംഭവം കിട്ടണം. അപ്പൊ റേഡിയസ് കിട്ടി. അപ്പൊ r ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് വരിക എന്ന് നമുക്ക് കിട്ടി കണ്ടോ. ഇനി ഇതിന്റെ എന്ത് കിട്ടണം, തീറ്റ കിട്ടണം. തീറ്റ എന്തിന്റെ ഇടയിൽ എടുക്കണം, 0ന്റെയും 360ന്റെയും ഇടയിൽ എടുക്കും തീറ്റ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ സാധാരണ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തീറ്റ സാധാരണ രീതിയിൽ നമ്മൾ ഇതിനെ 2 ഭാഗമാക്കിയിട്ടാണ് പറയാറ്. പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇതിനെ 2 കാര്യമായിട്ടാണ് പറയാറ്. ഇതിന് r എന്നുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലസ്. ഇനി തീറ്റേനെ വിളിക്കുന്ന പേരാണ് ഓഗ്മെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകിൽ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോമില് റെപ്രസെന്റ് ചെയ്യാൻ ചോദിച്ചാലും നമുക്ക് ഏതിൽ റെപ്രസെന്റ് ചെയ്യണം, ആറും കണ്ടുപിടിക്കണം, തീറ്റയും കണ്ടുപിടിക്കണം. ഇനി സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു 0നും 360ക്കും ഇടയിലാണ് ആംഗിൾ തീറ്റ വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. പക്ഷെ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ, ഈ ആർഗ്യുമെന്റ് എന്ന് വായിക്കില്ല, r സൈലന്റ് ആണ് കേട്ടോ. അപ്പൊ ആർഗ്യുമെന്റ് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാ എടുക്കുക, 2 രീതിയിൽ. ഇവിടെ തൊട്ട് ഇങ്ങോട്ട് തിരിച്ച പോസിറ്റീവ് റൊട്ടേഷനും ഇങ്ങോട്ട് തിരിച്ചുള്ളത് നെഗറ്റീവ് റൊട്ടേഷൻ ആക്കിയിട്ട് 2 180 ആക്കിയിട്ട് ഇങ്ങനെ ഇതിനെ തിരിക്കാൻ പോവാണ് 360. ഈ ഭാഗം 0 തൊട്ട് 360 വരെയും ഇത് എന്ത് തൊട്ട് മൈനസ് ഈ ഭാഗം മൈനസ് 180 തൊട്ടിട്ട് ഏതുവരെ 0 വരെ. അപ്പൊ ഇതിന് നമ്മൾ നമുക്കറിയാം 4 ക്വാഡ്രന്റ് ഉണ്ട്, ASTC റൂൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അതിനൊന്നും ഒരു മാറ്റമില്ല, ഒക്കെ അതുപോലെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, നമുക്കറിയാം ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്, ഇതിനൊന്നും ഒരു മാറ്റമില്ല. ഇതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലെല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്താ എടുക്കാറ്, തീറ്റ എടുക്കും. സെക്കൻഡ് ക്വാഡ്രന്റിന്റെ 180 അല്ലേ, 180 മൈനസ് തീറ്റ എന്നുള്ളത് എന്തെടുക്കുക, പൈ മൈനസ് തീറ്റ എന്നെടുക്കും. ഇതിൽ ഈ ഒരു കുഞ്ഞു കാര്യത്തിൽ മാത്രമാണ് ചേഞ്ച്. നെഗറ്റീവ് സൈഡ് എന്നുള്ളതിനെ നമ്മൾ ഒരിക്കലും 180 പ്ലസ് തീറ്റാന്നോ ഇതിന് 360 മൈനസ് തീറ്റാന്നോ അല്ല എടുക്കാൻ മാത്രം ശ്രദ്ധിക്കാമല്ലോ. ഈ ഭാഗത്തിന് നെഗറ്റീവ് സൈഡാണ്. അപ്പൊ ഫോർത്തിൽ വരുന്ന ആംഗിളിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക, മൈനസ് തീറ്റാന്നും തേർഡിൽ വരുന്ന ആംഗിളിനെ ഇതിന്റെ മൈനസ്, അപ്പൊ മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്നുമാണ് പ്രസന്റ് ചെയ്യണ്ടേ. അപ്പൊ ഇത് തീറ്റ, ഇത് പൈ മൈനസ് തീറ്റ ആണെങ്കിൽ ഫോർത്തിലുള്ള ആള് നേരെ മൈനസ് തീറ്റ, ഇവിടെയുള്ളത് പൈ മൈനസ് തീറ്റയുടെ എന്ത് മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ. ഇനി നമുക്ക് ഇത് നോട്ടിൽ എഴുതിയതിനു ശേഷം നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഒരു കുഞ്ഞൊരു കാര്യം കൂടി ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു ചെറിയ കാര്യം വിട്ടുപോയി. നേരത്തെ പറഞ്ഞ അതേ കാര്യം കേട്ടോ. ഇതിന്റെ x, y-യും ഇത് r-ഉം ഇത് തീറ്റയാണ് നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പൊ നമ്മള് കഴിഞ്ഞ ഫസ്റ്റ് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഇതിന്റെ x കോർഡിനേറ്റ് എപ്പോഴും എന്തിലാ വരിക, കോസ് തീറ്റയും y കോർഡിനേറ്റ് നിശ്ചയിക്കുന്നത് ഏതാ, സൈൻ തീറ്റയാണ്. അതായത് നമ്മൾ ഏതൊരു കോംപ്ലക്സ് നമ്പർ എഴുതി കഴിഞ്ഞാലും അതിന്റെ x കോർഡിനേറ്റ് എന്തിനെ കുറിച്ചാ പറയുക, കോസ് തീറ്റയെ പറയാ, y കോർഡിനേറ്റ് എന്തിനെ പറയാ, സൈൻ തീറ്റയെ പറയാ എന്നൊക്കെ നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് എങ്ങനെ എഴുതാം, r cos തീറ്റ പ്ലസ് i ഇൻറ്റു r സൈൻ തീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു നോട്ട് എന്ന് കണ്ട് എഴുതിക്കും കേട്ടോ. നോട്ട് എന്ന് കണ്ട് ഇത് എഴുതി വെക്കുക, പോളാർ ഈസ് ദി പോളാർ റെപ്രസെന്റേഷൻ എന്ന് എഴുതി വെക്കുക കേട്ടോ. നേരത്തെ വരച്ച ഫിഗർ തന്നെ വലിയ പുതിയ ഫിഗർ ഒന്നും വരയ്ക്കണ്ട. അതിന്റെ താഴെ എഴുതി വെക്കേണ്ടത് എന്താ, x പ്ലസ് ഐ വൈ ഈക്വൽ ടു r cos തീറ്റ പ്ലസ് i ഇൻറ്റു r സൈൻ തീറ്റ ഈസ് ദി പോളാർ റെപ്രസെന്റേഷൻ ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന് എഴുതി വെക്കുക.